നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഭരണി നക്ഷത്രത്തെ പറ്റിയാണ്. ഭരണി നക്ഷത്രത്തിന്റെ കഴിഞ്ഞ ജന്മരഹസ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഭരണി നക്ഷത്രക്കാർ ആരായിരുന്നു? ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണ്? ഈ വീഡിയോ നിങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. ഈ വീഡിയോ വിശ്വാസികളല്ലാത്തവർ കാണണ്ട. കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കുള്ള അവരുടെ കമന്റ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ കണ്ടാൽ മതി, അവിശ്വാസികൾ കാണണ്ട. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ഭാരതീയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും ഒരുവന്റെ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിന്റെ പൂർവ്വജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെ ജാതകത്തിൽ 9-ാം ഭാവം കൊണ്ട് പൂർവ്വപുണ്യ കാര്യങ്ങളും 12-ാം ഭാവം കൊണ്ട് മോക്ഷത്തെയും പാപത്തെയും ചിന്തിക്കാവുന്നതാണ് ഒരാളുടെ ജാതകത്തിൽ. ഇതൊരു ഞാൻ ഈ പറയുന്നത് ഒരു സാമാന്യമായ ഒരു ഫലമാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ജാതക പരിശോധനയും അതിലെ ഭാവങ്ങളെയും അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും മനസ്സിലാക്കി പറഞ്ഞാലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ സാമാന്യമായി ഈ ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? അപ്പോൾ ഓരോരുത്തരും അവരുടെ ആ ജന്മ സമയത്തെ ഗ്രഹനില അനുസരിച്ച് വേണം ഇതിനെ വിലയിരുത്താൻ. ഇത് സാമാന്യമായിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സാമാന്യ ഫലമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയും സ്ഥാനങ്ങൾ കൂടി നോക്കിയാൽ മാത്രമേ കൂടുതൽ കൃത്യമായ ഫലസൂചനകൾ നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടാലേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പൊ ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, അവരുടെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നാണ് ഈ വിഷയം ഞാനിവിടെ പറയുന്നത്. എന്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വിനീതമായി ഒരു അഭ്യർത്ഥന ഇവിടെ വയ്ക്കാം. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അതേപോലെയുള്ള മറ്റുള്ള ആൾക്കാരോ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ. ചിലപ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരാ, ചിലപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരാ. അപ്പൊ അങ്ങനെ എല്ലാ നക്ഷത്രക്കാരുടെയും ഒരു പൂർവജന്മ ഫലം പറയുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിലിപ്പോ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. ഈ ഭരണി നക്ഷത്രക്കാരുടെ പൂർവജന്മ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഭരണി നക്ഷത്രം മേടൻ രാശിയിലാണെങ്കിലും ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ എന്ന ഗ്രഹമാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ. ശുക്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആഡംബരത്തിന്റെ കാരകനാണ്,
ലൈംഗികതയുടെ കാരകനാണ്, ദാമ്പത്യത്തിന്റെ കാരകനാണ്, ഐശ്വര്യത്തിന്റെ കാരകൻ കൂടിയാണ് ശുക്രൻ. അപ്പോൾ ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. ഇവരുടെ ദേവത ആരാണെന്നറിയാം. അതായത് ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മ രാജാവ്. ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മ രാജാവ്. ഈ രണ്ട് ഘടകങ്ങളും ഭരണി നക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തെപ്പറ്റി നമുക്ക് പല സൂചനകളും തരും. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നീതി നടപ്പിലാക്കുന്നവരോ അല്ലെങ്കിൽ ധർമ്മം കാത്തുസൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരോ ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവരുടെ ദേവത യമനാണ്. യമൻ ആരാണ്? ധർമ്മം കാത്തുസൂക്ഷിക്കുന്നതും അതേപോലെ തന്നെ നീതി നടപ്പിലാക്കുന്ന ഒരു ദേവതയും കൂടിയാണ് യമധർമ്മൻ. അപ്പോ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നീതിപാലകരോ ധർമ്മം കാത്തുസൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരോ ആയിരിക്കാനാണ് സാധ്യത. ഇവരുടെ നക്ഷത്രാധിപൻ ശുക്രനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവരുടെ നക്ഷത്രാധിപൻ ശുക്രനായതിന്റെ പേരിൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ കലാകാരന്മാരോ കല ആസ്വാദകരോ അതേപോലെ തന്നെ നല്ല സൗന്ദര്യ ആരാധകരോ, കാരണം ശുക്രൻ സൗന്ദര്യത്തിന്റെ ആളും കൂടിയാണ്, നല്ല സൗന്ദര്യ ആരാധകരോ അല്ലെങ്കിൽ വലിയ സമ്പത്തിന്റെ ഉടമകളോ ആയിരുന്നിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ. ഭരണി നക്ഷത്രം ഭരണ എന്ന അർത്ഥം വരുന്നത് താങ്ങി നിർത്തുന്നത് എന്നാണ് അർത്ഥം. ഭരണ എന്ന വാക്കിന്റെ അർത്ഥം താങ്ങി നിർത്തുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വങ്ങൾ ചുമലിൽ ഏറ്റിയവരോ അല്ലെങ്കിൽ ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് കാരണക്കാരായവരോ ആകാൻ സാധ്യതയും ഉണ്ട് ഈ ഭരണി നക്ഷത്രക്കാർ. അതായത് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ചിരുന്നവരാകാനും അതേപോലെ തന്നെ ഒരു സാമൂഹ്യമായ മാറ്റത്തിന് കാരണം കുറിച്ചവരോ ഒക്കെ ആകാനാണ് സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ അധികാരമുള്ളവരും നീതിമാന്മാരും ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചവരും ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു കാര്യം. ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ ഗുണം അവരുടെ സത്യസന്ധതയാണ്. അതായത് ഭരണി നക്ഷത്രക്കാർ നല്ല സത്യസന്ധന്മാരായിരിക്കും. അതവർക്ക് കിട്ടിയത് പൂർവജന്മ ഫലമായി കിട്ടിയേക്കണ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ ഗുണം സത്യസന്ധതയാണ്. യമധർമ്മ രാജാവിന്റെ സ്വാധീനം കാരണം തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും ഇവർ. പ്രതികരിക്കാനുള്ള പ്രവണത ഇവരിൽ ഈ ജന്മത്തിലും കാണപ്പെടും. അതായത് മുൻജന്മത്തിലും ഇവർക്ക് പ്രതികരിക്കാനുള്ള നല്ല കഴിവുള്ളവരായിരുന്നു. അത് തന്നെ ഇവർ ഈ ജന്മത്തിലും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി സ്വയം പാകപ്പെട്ടവരായിരിക്കും ഇവർ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് ഇവർക്ക് കിട്ടുന്നത്. മുൻജന്മത്തിൽ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചവരാണെങ്കിലും ശുക്രനെ കൊണ്ട് ഇവർ വളരെ നല്ല കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ 9ാം ഭാവം ധനു
വേഴത്തിന്റെ രാശിയായതിനാൽ ആത്മീയമായ ഒരു പൂർവപുണ്യം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതായത് മുൻജന്മത്തിൽ ഇവർ ശുക്രന്റെ സ്വാധീന ശക്തി കൊണ്ട് നല്ല ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചവരായിരുന്നെങ്കിലും വേഴത്തിന്റെ സ്വാധീനത്താൽ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നവരാണ് എന്ന് വേണം എങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോ മൊത്തത്തിൽ നോക്കിയാൽ ഭരണി നക്ഷത്രക്കാർ നീതിമാന്മാരും നല്ല ധർമ്മം കാത്തു സൂക്ഷിക്കുന്നവരും ഒക്കെ ആയിരുന്നിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.